ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാനും അനിയത്തും അമ്മയും കൂടെ എല്ലാവരും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കുറച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ നമുക്ക് പ്ലാന്റ്സിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യണം. നമ്മൾ ഡബ്ബും എല്ലാ കാര്യങ്ങളും എടുക്കാൻ വേണ്ടി നമ്മൾ കാറിലാണ് ഇന്ന് പോകുന്നത്. ഓക്കെ, നമ്മൾ കുറേ നല്ല പുതിയ വെറൈറ്റി ചെടിയൊക്കെ എടുക്കുന്നുണ്ട്. അനിയത്തി അവിടെ നിൽപ്പുണ്ട്. യെസ്, വി ആർ ഗോയിങ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ അടുത്ത് പോയി പലതരത്തിലുള്ള പ്ലാന്റ്സ് എല്ലാം പുതിയത് കളക്ട് ചെയ്തു. അപ്പോൾ നമുക്കിനി അടുത്ത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കുറേ പോട്ട് എല്ലാം മേടിച്ചു. ആ പോട്ടുകളെല്ലാം നമുക്ക് കാണിച്ചു തരാം. നമ്മളെ ഇതൊക്കെ സെയിലിനുണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡിക്കി ഓപ്പൺ ചെയ്ത് മേടിച്ചുള്ള പ്ലാന്റ്സ് ഓരോന്നും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ള പ്ലാന്റ്സ്. ഇതൊക്കെ ചെടിച്ചട്ടിയാണ്. ഇതെല്ലാം നമ്മളെ കയ്യിൽ സെയിലിനൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഒരു 20 രൂപയ്ക്ക് അകത്ത് വരുന്ന പോട്ടുകളാണ് ഈ പോട്ട്സ്. പിന്നെ അടുത്ത് ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ള ഒരു വെറൈറ്റി സാധനമുണ്ട്. ഇതൊരു 100 ഞാൻ മേടിച്ചു. 100 മേടിച്ചല്ലേ മേത്. ഓക്കെ, അപ്പോൾ ഈ 100 മേടിച്ചു. നമുക്ക് നാമ്പലൊക്കെ നടാൻ വേണ്ടി പറ്റിയ സിമ്പിൾ പോട്ടാണ്. ഈ പോട്ട് നമ്മളെ കയ്യിൽ സെയിലിനുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അങ്ങനെയൊന്നും പൊട്ടുമില്ല. അങ്ങനത്തെ റിങ് സാധനമാണ്. ഇത് കുറച്ചുണ്ട് സാധനം. 100 എടുക്കുന്നുണ്ട്. അത് കാണിച്ചിട്ട് ഇത് മറ്റേ 50 ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്ലാന്റ്സിൻ്റെ 50 അടുത്ത സെക്ഷൻ, അല്ല 50 100 സെക്ഷനാണ്. കുറേ ഉണ്ട് കേട്ടോ. അത് ഇതാ ഇത്ര ഉണ്ടായിരുന്നു. അടുത്ത് നമുക്ക് ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് ഒരു 50 മേടിച്ചു. ഇത് നമുക്ക് ആമ്പൽ ഇപ്പം ഞാൻ നടന്നതാണ്. ഇപ്പം ആൾക്കാർ പലരും വന്ന് പിന്നെ ഒത്തിരി പേര് ഇവിടെ വന്ന് മേടിച്ചോണ്ടൊക്കെ പോയിരുന്നു. ഇതിൽ നമുക്ക് ആമ്പൽ മേടിക്കും. ഇത് അത്യാവശ്യം നല്ല സാധനമാണ്. ഇത് വേറൊരു മോഡലാണ്. ഇനി ഇത് ആമ്പൽ നടന്നതാണ്. ആമ്പൽ നടന്ന 2-3 സെക്ഷൻ വെറൈറ്റീസ് ഞാൻ ഇപ്പോൾ എടുത്തു. കൂടുതൽ ആമ്പൽ നടന്ന സാധനങ്ങളാണ്. ഇത് ആമ്പൽ നടന്ന ഒരു പോട്ടാണ്. ഇത് അത്യാവശ്യം നമുക്ക് ആമ്പലല്ല, ഇതിൽ നമുക്ക് താമര തന്നെ നമുക്ക് അത്യാവശ്യം സെറ്റ് ചെയ്തൊരു താമര നമുക്ക് നടാൻ വേണ്ടി പറ്റും. ആ ഒരു പോട്ടാണിത്. കൊള്ളാം. ഇതൊരു വെറൈറ്റി സാധനം. ഇത് നമ്മളതിൽ സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് യെസ് അതിൻ്റെ 50 ഒരു സെക്ഷനാണിത്. ഇനി നമുക്ക് കുറച്ച് പ്ലാന്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്ന് കൊണ്ടുവന്ന പ്ലാന്റ്സ് എല്ലാം കാണിക്കാൻ വേണ്ടിയാണ് അടുത്ത് പോകുന്നത്. ഇനി വേറൊരു കുറച്ച് ചെടിച്ചെടിതാ ഇതും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി മേടിച്ചാണ്. കറക്റ്റ് സെറ്റ്. അപ്പോൾ ഇതിൽ തികയില്ല കേട്ടോ, കുറച്ചുകൂടെ വാങ്ങണം കേട്ടോ ഇത്. ഓക്കെ, നമുക്ക് ഇത് പിന്നെ സെറ്റ് ചെയ്യാം. ഇതിലത്തേക്ക് വേണ്ടി മേടിച്ചാണ്. ഇവിടെ അത്യാവശ്യം നിറച്ച് പ്ലാന്റ് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി അവിടത്തേക്ക് മേടിച്ചു. അത് പിന്നെ കുറച്ച് പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കവർ മേടിച്ചു 1 കിലോ. ഇത് സെയിലിനല്ല, നമ്മൾ ആവശ്യത്തിന് വേണ്ടി എടുത്താണ്. പിന്നെ അടുത്തതാ പ്ലാന്റ്സ് നമുക്ക് കാണാം. ഇത് അമ്മയ്ക്ക് വേണ്ടി മേടിച്ച പ്ലാന്റ് ആണ്. അപ്പോൾ റോസയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് മേടിച്ചത് വേറെ നമ്മളൊരു 20-36 ഇഞ്ചിനൊക്കെ ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊരു ബക്കറ്റിൽ മേടിച്ച പ്ലാന്റ്. ഇത് പക്ഷെ നമുക്ക് ആക്കി നന്നാക്കി എടുത്താൽ പൊളിയായിരുന്നല്ലേ ഇത്. സാധാരണ ഇതൊക്കെ നല്ല പൈസ അല്ലേ വാങ്ങണം. ചെടിച്ചട്ടികളിലേ കാണും ഇത്. നമ്മൾ പോയാൽ സാധാരണ ചെടിച്ചട്ടിയിലാണ് കിട്ടുന്നത്. നമുക്കിതൊരു 25 പോലെ 25 ആയി. 3 70 രൂപ. 3 കൂടെ 70 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല കൊള്ളാൻ കണ്ട. ഇതൊരു വെറൈറ്റി. ഇതിനെ തന്നെ കുറച്ചുകൂടെ പൊക്കത്ത് വെച്ചിരുന്ന അമ്മ ട്രീ റോസ് എന്ന് പറയുന്നുണ്ട്. ഇതിനെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ട് അല്ലേ, അത് വേറെയാണ്. അടുത്ത ഇത് ജിഞ്ചർ ലില്ലി. ഇത് സ്പൈഡർ റോസിന് മാറ്റി വെച്ചു. സോറി, ടോർച്ച് ലില്ലിയാണിത്. ഇത് നമ്മളെ സ്പൈഡർ ഓർക്കിൻ്റെ നീല എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല നീല ഉണ്ടോ എന്ന്. അവർ നീല പറഞ്ഞു. എന്തായാലും ഒരു വെറൈറ്റി ആയിരിക്കും. പിന്നെ ഇത് നമ്മുടെ പനയുണ്ടല്ലോ, പനയുടെ ഒരു വെറൈറ്റിയാണ്. പ്ലാമിൻ്റെ വെറൈറ്റിയാണ്. പാം. ഇത് മണമില്ലാത്ത കസ്തൂരി മഞ്ഞളാണിത്. മണക്കൂല അത് കസ്തൂരിയാണ്ട്. ഇനി അടുത്തതിനകത്ത് ഓർക്കുന്നുണ്ട്
യാ ഇത് നമ്മുടെ മറ്റു പോട്ടുകളാണ്. യെസ്, ഈ പോട്ട് എന്തെന്നറിയാവോ? ഇതാണ് നമ്മുടെ മീനൊക്കെ നമ്മൾ വളർത്തുന്നവർക്ക് നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള കുഞ്ഞി പോട്ടുകളാണ്. ഈ പോട്ട് വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞ് ചെടിച്ചട്ടികൾ വയ്ക്കുന്നത്. അതിൽ ചെടിച്ചട്ടി വയ്ക്കുന്നതല്ല, ഇതിൽ കുഞ്ഞു ചെടികൾ വയ്ക്കുന്നത് നമുക്ക് പോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയുള്ള. അപ്പോൾ ഈ പോട്ട് സെയിലിനുണ്ടാവും. ഈ പോട്ട് നമുക്ക് ആവശ്യമുള്ള കോൺടാക്ട് ചെയ്യാം. ഇത് കുറച്ച് മേടിച്ചു 100 എണ്ണം, അതല്ല 50 എണ്ണം നമ്മളിത് മേടിച്ച 50 എണ്ണം. അത് ഞാൻ എടുത്ത് വച്ച സമയത്താകുമ്പോൾ എല്ലാം വിഴുന്ന് കിടക്കണം. ഇപ്പം തീരും പേടിക്കണ്ട. പിന്നെടാ ബാക്കി കിടക്കണ നോക്കിയെടുക്കാം. അനിയത്തി ഭയങ്കര ചൂടാവുന്നുണ്ട്. ഓക്കെ, എല്ലാം പോയി. ഓക്കെ, അതായി. ഇതെല്ലാം എടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അടുത്ത പ്ലാൻ ദിവ്യ കാണിക്കും. അങ്ങോട്ട് നീക്കി വെച്ച് കാണിച്ചു. കാരണം ഫ്രണ്ട്സ്, ഇത് അടുത്തൊരു നമ്മുടെ ആന്തൂര്യത്തിൻ്റെ വെറൈറ്റി. ആന്തൂര്യം വെറൈറ്റി മറ്റേ അല്ലേ ഇത് തന്നെ കലാത്തിര കലയാളിയും തന്നെ. ഓക്കെ, കലയാളിയും തന്നെ ഒന്ന് പ്രതീക്ഷിക്കും. നമ്മൾ കലയാളി എന്ന് പറയുന്നു. എനിക്ക് ആന്തൂര്യത്തിൻ്റെ ലൈഫ് പോലെ ഇരിക്കുന്നു. കൊള്ളാം. അടുത്ത് ഫ്രണ്ട്സ്, ഇത് കാടാക്കാൻ വേണ്ടി എടുത്ത പ്ലാന്റ് ആണ്. കൊള്ളാവോ? ഇത് ഞാൻ വാങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഞാനൊരു കടയിൽ പോയപ്പോൾ ഇതിൻ്റെ ഒരു തടി പോലെ ആക്കി വെട്ടി വെച്ചിരുന്നിട്ട് അതിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ലക്കി ബാമ്പ് പോലെ പൊടിച്ചു വരുന്നൊരു സാധനം കണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുതാണത്. പിന്നെ ഇത് ഒരുമിച്ചെടുക്കാൻ പാടാണ്. ദേവദാരു പൂത്തു എൻ മനസ്സിൻ ദേവദാരു. പിന്നെ ഞാനിപ്പോൾ ആദ്യം എടുത്തൊരു പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. ഇത് ഡാർക്ക് പോലെ, പക്ഷെ പൊങ്ങി വരും. അത് അത്യാവശ്യം ക്രൗഡായിട്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണിത്. ഈ കാണിക്കുന്ന വെറൈറ്റീസ് ഒക്കെ നമ്മളതിൽ സെയിലിനുള്ളതാണ്. യെസ്, ഈ പ്ലാന്റ് തമിഴ്നാട് പോകാൻ പോകുന്ന പ്ലാന്റാണ്. എൻ്റെ ഇത് സ്റ്റോക്ക് കുറവായതുകൊണ്ട് വേറെ മേടിച്ചിട്ടുണ്ട്. തമിഴ്നാട് കൊടുക്കാൻ വേണ്ടിയാണിത്. കൊറിയറായിട്ട് പോകും. അടുത്ത് നമ്മുടെ ഫാൻ. യെസ്, ഡിങ്കിഡാങ്കി ഫാനാണ്. ഇത് കൊള്ളാവോ? ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇത് ഞാനിവിടെ ഒരിടത്ത് ചേച്ചിയെ പിടിച്ച് വെച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് 200 രൂപ അതിൽ കൂടുതലാവും. ഞാനിതിപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ്, നമുക്കൊരു മീഡിയം റേറ്റ് നമുക്ക് മേടിക്കാൻ പറ്റി. ഈ പ്ലാന്റ്സിനെ ഇവിടെ സെറ്റ് ചെയ്ത് കുറേ പ്ലാന്റ് ആക്കി എടുക്കണം. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഫാൻ കൊള്ളാം. ഇത് വേഗം ഇഷ്ടപ്പെട്ട ഫാണ്. കൊള്ളാവോ? കൊള്ളാം. ഓക്കെ, ഇനി 2-3 ചെടിയും കൂടെ ഉണ്ട്. അപ്പം കാര്യം കഴിഞ്ഞ് ദീവാനക്കുല. ഇത് പ്ലാന്റിൻ്റെ പേരറിയില്ല, പക്ഷെ ചെറിയ എന്തോ പൂക്കൾ വരുമെന്ന് പറഞ്ഞു. സോ ഞാൻ മേടിച്ചതാണ്. കുറേ ചെടി വാങ്ങിച്ചു കേട്ടോ അമ്മ. ഇനി അടുത്ത് നമ്മുടെ ഡബ് എല്ലാം കൂടെ 10,000 രൂപയായി. യെസ്, അമ്മയ്ക്ക് സ്പ്രേ ചെയ്ത് കളിക്കാൻ വേണ്ടി സ്പ്രേയർ. ഈ സ്പ്രേയർ ഉണ്ട്. അതിലേക്ക് വേണം സ്പ്രേയർ. അടുത്തത് ഇത് നമ്മുടെ ഇരിക്കാനുള്ള ഇതാണ്. സ്റ്റൂളാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. കയറി നിന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കൊള്ളാം. സ്റ്റൂൾ മേടിച്ചു. പിന്നെ അടുത്ത് ഇതിൻ്റെ പൊത്തയുള്ളത് കിട്ടിയില്ലേ അല്ലേ അമ്മ? പൊത്തയില്ലാത്തത് ഇല്ല, പൊത്തയുള്ളതാണ് കിട്ടിയത്. ഇത് നമ്മൾ ദേവദാരു നടാൻ വേണ്ടി മേടിച്ചാണ്. ഓ ശരിയാണ്, പൊത്തയുള്ള. ഇത് നമ്മൾ ഇവിടെ റിങ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ റിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവില്ല. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട് ഫ്രണ്ട്സ്. ഇതും കൂടെ ആകുമ്പോൾ അതും പിന്നെ ഒരു പ്ലാന്റും കൂടെ ആകുമ്പോൾ കാര്യം കഴിയും. ഈ ചെടിച്ചട്ടി ഇത് എനിക്ക് മാത്രമല്ല എൻ്റെ വലിയമ്മയ്ക്കും കൂടെ മേടിച്ചതാണ് കേട്ടോ. ഇത് ഒരെണ്ണം നമുക്ക് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. നമുക്ക് 5 എണ്ണം, ബാക്കി 5 എണ്ണം അല്ല, ബാക്കി ഒരു 15 എണ്ണം വേറെ എടുത്തതാണ്. ഓക്കെ, ഇനി ആ സൈഡിൽ ഞാൻ ആ ഒരു പ്ലാനും കൂടെ കാണിച്ചു. അല്ല, ഈ സൈഡ് വൈകി എടുക്കാൻ പറ്റുന്നുണ്ട്. 200 രൂപ അല്ലേ? ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട്? എന്നെക്കാളും വലിയ ചെടി. ഇതാണ് നമ്മുടെ ബാംബു ഓർക്കിഡ് ബാംബു അല്ലേ? ഓർച്ചിഡ് ബാംബു. ബാംബു ഓർക്കിഡ് നമുക്ക് നിർത്തിയിരുന്നാൽ മതി കേട്ടോ. സൈഡിൽ എന്തെങ്കിലും വെച്ച് കെട്ടി വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ബാംബു ഓർക്കിഡും കൂടെ മേടിച്ചു. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഞാൻ ഇന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കളക്ട് ചെയ്തത്. ഓക്കെ, അത്യാവശ്യം നല്ല ക്രൗഡഡ് സാധനങ്ങളുണ്ട്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് ആയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഇത്രയും സാധനങ്ങളെല്ലാം മേടിച്ചപ്പോൾ എനിക്ക് ചിലവായിട്ടുള്ളത്
ഒരു 10,000 രൂപയാണ്. കാണാൻ നിങ്ങൾ വിചാരിക്കുക അത്രയും ആയിട്ടില്ല, പക്ഷേ ഇതിൽ അത്യാവശ്യം സാധനങ്ങളുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ചിലവെല്ലാം കൂടെ ചേർത്താണ് നമ്മുടെ കാർ എടുത്തുകൊണ്ട് പോയി അതിൽ പെട്രോൾ അടിച്ചു. പിന്നെ അനിയത്തിയെ കൊണ്ടുപോകണമല്ലോ, അപ്പോൾ അനിയത്തിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അത് പരിപാടി കഴിഞ്ഞ് പിന്നെ അമ്മ അനിയത്തി എല്ലാവരും കൂടെ ഉണ്ട്, നമ്മൾ ഒരുമിച്ചാണ് പോയി മേടിച്ചത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ കാറൊക്കെ അടച്ച് കാറിൽ പെട്രോൾ അടിക്കണം. എല്ലാ പരിപാടിയും കൂടെ ആയി. കുറേ നമ്മൾ ഒരു കടയിൽ നല്ല ഇതെല്ലാം മേടിച്ചത്, പല കടകളിൽ നിന്നാണ് നമ്മളിതെല്ലാം സാധനങ്ങളെല്ലാം മേടിച്ചത്. ഇവിടെ മറ്റേ ചീവീട് വന്ന് ഭയങ്കര വിളിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ പയ്യെ നിർത്താൻ വേണ്ടി പോവുകയാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഈ കാണുന്നത് ബോർഡ് നമ്മൾ ഇൻഡോർ പ്ലാൻസ് ഒരു അത്യാവശ്യം വളരെ വെറൈറ്റി നമ്മളെ സാധനങ്ങളുണ്ട്. ഏകദേശം ഒരു 1000-ന് പുറത്ത് നമ്മളതിൽ വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ആൻഡ് യുവർ ടീം ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.